ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. സൂപ്പർ കിങ്സ് ബാച്ചിലെ മക്കളെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് സ്കൂളും നീറ്റ് പ്രിപ്പറേഷനും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്, ടൈം മാനേജ്മെന്റിനുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറഞ്ഞു തരണം മാം, ഞങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരണം എന്നുള്ളത്. സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാനാണ് മിസ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങളോടും ഇത് കാണാൻ നിങ്ങളുടെ പേരൻസിനോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും പറയും, പേരൻസ് എസ്പെഷ്യലി പറയുന്നത് ആദ്യം +2നും നല്ല മാർക്ക് മേടിക്കുക, ഫുൾ A+ മേടിക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, ബാക്കി പ്ലാൻസ് നമുക്ക് തീരുമാനിക്കുക എന്നുള്ളതാണ് പറയുന്നത്. +2ന് നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് മേടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, +2ന് നമുക്ക് ഫുൾ A+ കിട്ടിയിട്ട് നമുക്ക് ആ മാർക്ക് കൊണ്ട് നമുക്ക് എത്ര സ്ഥലങ്ങളിൽ ജോലി മേടിക്കാൻ പറ്റും, എത്ര കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ വാങ്ങാൻ പറ്റും. ആ മേടിക്കുന്ന മാർക്ക് നമ്മളുടെ എന്താ പറയുക, കോളേജ് അഡ്മിഷൻസിലേക്കുള്ള ഒരു ക്വാളിഫയിങ് സ്കോർ മാത്രമാണ് നമ്മുടെ +2ന്റെ മാർക്ക് എന്ന് പറയുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റീസിൽ പോയാൽ പോലും അവർ പറയുന്ന ഒരു ആവറേജ് സ്കോർ ഉണ്ട്. അതായത് ഒരു 75% അല്ലെങ്കിൽ ഒരു 80%, അതാണ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റിന് +2ൽ വേണ്ട, അതായത് പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സിൽ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതാണ്. അതല്ലാതെ നമ്മൾ ഫുൾ 100% വാങ്ങിച്ചു പോയ ഒരാളും ഇപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫുൾ A+ മേടിച്ച ആളും 80% മേടിച്ച ആളും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നത് സെയിം ആപ്ലിക്കേഷൻ ഫോമാണ്. പിന്നെ സീറ്റ് അലോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെറിറ്റിൽ ചിലർക്ക് കുറച്ച് പരിഗണന കിട്ടിയേക്കാം. അങ്ങനെയുള്ള ചില ഇതല്ലാതെ നിങ്ങൾ വാങ്ങിക്കുന്ന ഈ മാർക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്നതിലേക്കോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. മേടിക്കുന്ന മാർക്ക് വെറുതെ ആവും എന്നല്ല പറയുന്നത്. പക്ഷേ ഫോക്കസ് ഓൺ വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് വെൻ യു സ്റ്റഡി. രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പം നീറ്റ് പോലെയുള്ള എക്സാമുകളിൽ നമ്മൾ +2നോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങുമ്പം, നീറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വഴി തുറന്നു തരികയാണ് ചെയ്യുന്നത്. അതായത് ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ കരിയർ, നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ MBBSഉം അതുപോലെ അലൈഡ് ആയിട്ടുള്ള പല കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടിത്തരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിത്തരുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണ് നീറ്റ് എക്സാം. അപ്പോൾ നമ്മൾ +2ന് നമ്മൾ നല്ല മാർക്ക് മേടിച്ചു, നമ്മൾ ഫുൾ A+ തന്നെ മേടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 95% നമ്മൾ മേടിച്ചു എന്ന് വിചാരിക്കുക. അതിനോടൊപ്പം നീറ്റ് എക്സാമിന് നമ്മൾ നല്ലൊരു സ്കോർ വാങ്ങിയാലോ, അപ്പോൾ നമുക്ക് രണ്ട് സന്തോഷമല്ലേ. അതായത് നമ്മൾ ആഗ്രഹിച്ച മാർക്കും കിട്ടി, നമുക്ക് നീറ്റിന് നല്ല സ്കോറും കിട്ടി, നമ്മുടെ ഫ്യൂച്ചറും ഒരുവിധം സെറ്റായി, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോവേണ്ടത്, അതിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒന്നിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിൽ ഫസ്റ്റ് മേടിക്കാം, മറ്റത് പിന്നെ ആലോചിക്കാം, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് വളരെ സിമ്പിളായിട്ട് ചെറിയൊരു പ്ലാനോട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഇത് രണ്ടും നന്നായി ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിവിടെ പഠിക്കുന്ന സിലബസ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മോർ ഓർ ലെസ് ഇറ്റ്സ് ദ സെയിം സിലബസ് യു ആർ ലേണിംഗ്. നീറ്റിൽ അത് കുറച്ചും കൂടി NCERT, പ്യുവർലി NCERT ബേസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസും മറ്റ് ഇതും പഠിക്കുന്ന മക്കൾക്ക് ചിലപ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യും. പക്ഷേ കോണ്ടന്റ് ഇസ് മോർ ഓർ ലെസ് ദ സെയിം. അപ്പോൾ സെയിം സിലബസ് ആണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. പിന്നെ ആകെയുള്ള വ്യത്യാസം എന്താണ്? പാറ്റേൺ ഓഫ് എക്സാം ഡിഫറെൻ്റ് ആണ്. അതായത് ബോർഡ് എക്സാമിൽ നിങ്ങളൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുമ്പോൾ നീറ്റ് എക്സാമിൽ അതൊരു ഓബ്ജക്റ്റീവ് പേപ്പറാണ്. അപ്പം ബോർഡ് എക്സാമിൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് മേടിച്ചു തരുന്ന വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിലെ പെർഫോമൻസ്, നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, അസൈൻമെന്റുകൾ, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ സ്കോർ കിട്ടുക. പക്ഷെ നീറ്റിൽ ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ സബ്ജക്ട് നോളജ്. എത്രമാത്രം സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയുന്നു, അത് നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട്, എത്ര ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ ആ 4 ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുന്നു, അതാണ് നിങ്ങൾക്ക് കറക്റ്റ് സ്കോർ വാങ്ങിത്തരിക. അപ്പം ഇതിനൊക്കെ നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണ്? റൈറ്റ് ഗൈഡൻസ്, അല്ലെ? പ്രോപ്പർ വേയിലൂടെ നിങ്ങളെ ചാനലൈസ് ചെയ്ത് തരുന്ന റൈറ്റ് ടീച്ചേഴ്സ്, റൈറ്റ് കോച്ചിങ്, റൈറ്റ് പ്രൊഫഷണൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ ഇത് രണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് നല്ല മാർക്കൊക്കെ വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പം അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. പിന്നെ സൂപ്പർ കിങ്സ് ബാച്ചിലൊക്കെയുള്ള മക്കളോട് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ പറയുന്ന കാര്യമാണ്, യു സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ബാച്ചിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കുന്നത്. ചിലപ്പോൾ രാത്രിയൊക്കെ ക്ലാസ് ഉണ്ടാവും, ലേറ്റ് നൈറ്റ് ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ 10 മണിയൊക്കെ വരെ ഇരുന്ന് മക്കൾ ഓൺലൈൻ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ
ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് സീരീസ് കണ്ടും ഗെയിം കളിച്ചും അല്ലെങ്കിൽ ഫോണിലൊക്കെ റീലൊക്കെ കണ്ട് സമയം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് യു ഗൈസ് ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ, ഈ ക്ലാസ് കാണാൻ നിങ്ങളൊരു എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, അത് തന്നെ എന്താണ്, നിങ്ങൾ എത്രമാത്രം ഫോക്കസ്ഡ് ആണ്, എത്രമാത്രം നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചർ എത്തിക്കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം ആ എഫേർട്സ് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഓക്കെ, എല്ലാവരും കളിയാക്കിയൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങൾ എടുക്കുന്ന എഫേർട്സ് ഒരിക്കലും വേസ്റ്റ് ആവാൻ പോകുന്നില്ല. സോ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ചോദിച്ചിരുന്നത് രണ്ടും എങ്ങനെ മാനേജ് ചെയ്യും. രണ്ടും മാനേജ് ചെയ്യുന്ന വലിയ പാടൊന്നുമില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കുള്ളത്, ഇപ്പം സയൻസ് സ്റ്റുഡൻസിനെ എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും സയൻസ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് റെക്കോർഡ് വർക്ക് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുക, ഈ റെക്കോർഡ് വർക്കും എഴുതാനുള്ള വർക്കൊക്കെ നിങ്ങൾ മാക്സിമം സ്കൂളിലെ ടൈമിൽ തന്നെ ചെയ്ത് തീർക്കാന്നാണ് പറയാറുള്ളത്. സ്കൂളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക് ടൈം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ ലാബിൽ തന്നെ എഴുതി തീർക്കാൻ പറ്റുകയാണെങ്കിൽ, ടീച്ചേഴ്സ് നോട്ട്സ് തരുമ്പോൾ തന്നെ ലാബിൽ തന്നെ അത് എഴുതി വെക്കുകയാണെങ്കിൽ, പ്രാക്ടിക്കൽസ് എസ്പെഷ്യലി റൈറ്റിംഗ് പാർട്ട് ലാബിൽ എഴുതിയിട്ട് ഡ്രോയിങ് പാർട്ട് മാത്രം പിന്നീടേക്ക് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം. പിന്നെ അതല്ലാതെ നമുക്ക് വീക്കെൻഡ്സിൽ നമുക്കൊരു നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, സേ എല്ലാ സൺഡേയും ഞാൻ കുറച്ച് മണിക്കൂർ എൻ്റെ റെക്കോർഡ് ഡ്രോയിങ്ങിന് വേണ്ടി ചിലവഴിക്കും, അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ വീക്കിലി ഒരു ദിവസം ഞാൻ റെക്കോർഡ് വർക്കിന് വേണ്ടി വെക്കുന്നു നിങ്ങൾ തീരുമാനിക്കുക, ആ ദിവസം പെൻഡിങ് ആയിട്ടുള്ള റെക്കോർഡ് വർക്കൊക്കെ വരച്ചു തീർക്കുക, അങ്ങനെ ചെയ്യാം. സൺഡേസ് ആണ് ഏറ്റവും നല്ലത്. ഒരു മണിക്കൂർ ഈ ഇതിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്നു നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റ്സും പ്രൊജക്ട്സും ഒക്കെ. ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും ഒരു ടീച്ചർ നിങ്ങൾക്ക് തരുമ്പോൾ അവർ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ ആയിരിക്കില്ലല്ലോ, ടൈം തരില്ലേ. അതായത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനും ഒക്കെ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ മക്കൾ ആദ്യം നോക്കേണ്ടത് അതിൽ ഏതെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് വരുന്നുണ്ടോ, ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു ഹോളിഡേ വരുന്നുണ്ടെങ്കിൽ, ഇപ്പം സ്കൂൾസിൽ നിങ്ങൾക്ക് പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ കിട്ടും അല്ലെ, അവധികൾ വരും, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് സ്കൂളിൽ അടവ് വരും. അപ്പോൾ അവധി വരുന്ന ദിവസം നമ്മൾക്ക് ഈ പ്രൊജക്റ്റോ അസൈൻമെന്റോ വർക്ക് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നിട്ട് ഒരുപാട് സ്ട്രെസ് ചെയ്തിരുന്ന് ചെയ്യേണ്ട. ഇനി അവധി ഒന്നും വരുന്നില്ല, നമ്മൾക്ക് അങ്ങനെ അല്ലാണ്ട് ചെയ്തേ പറ്റൂ ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ സെൽഫ് സ്റ്റഡി പ്ലാൻ ഇപ്പം മാം തരുമല്ലോ, അതിലൊരു ദിവസത്തെ സ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അത് ആ പ്രൊജക്റ്റിലോ അസൈൻമെന്റിലോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പം അതും നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക സോൾവ് ചെയ്യാം. അപ്പം ഇതൊക്കെ സോൾവബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. പിന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് സ്കൂളിലെ ടെസ്റ്റുകൾ വരും, മിഡ് ടേം എക്സാം വരും, ക്ലാസ് ടെസ്റ്റ് വരും അല്ലേ, അതുപോലെ തന്നെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അങ്ങനെ കുറേ എക്സാമുകൾ വരും. അപ്പോൾ അതിനുള്ള സിലബസ് പഠിക്കണോ അതോ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് പഠിക്കണോ? നിങ്ങൾ സ്കൂളിലെ എക്സാമുകളിൽ നല്ലപോലെ സ്കോർ ചെയ്യണം, കാരണം അത് നിങ്ങളുടെ ഫൈനൽ ബോർഡ് എക്സാമിൻ്റെ സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് ആ ആഴ്ച നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയം ഒരു 1 hour നമുക്ക് നമ്മുടെ ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് പോവാം. അപ്പം നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് എല്ലാവർക്കും ഇപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ വരണമെന്നില്ല, കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സ്കൂൾ ടൈമിംഗ് ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരും പഠിക്കുന്ന സമയം ഡിഫറെൻ്റ് ആണ്. ചിലർ പുലർച്ചെ എഴുന്നേറ്റിരുന്ന് റെക്കോർഡൊക്കെ എഴുതി പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും, ചിലർ രാത്രി ഇരുന്ന് ഇരിക്കുന്നവരായിരിക്കും. അത് അക്കോർഡിംഗ് ടു യു. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണ്, നൈറ്റ് പേഴ്സൺ ആണ്, ദാറ്റ്സ് അപ് ടു യു. അതായത് ഏർലി ബേർഡ് ആണോ നൈറ്റ് ഓൾ ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ടൈം ടേബിളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഇതിലിട്ടിരിക്കുന്നത് ഒരു 6 AM നമ്മൾ രാവിലെ എണീക്കുന്നു. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു 6:30 to 7:30 AM, അതായത് ഒരു 6:30 വരെ നമ്മൾ ഫ്രഷൻ അപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് പ്രേയേഴ്സ് ഒക്കെ ചെയ്യാനുള്ള അതൊക്കെ ചെയ്ത് ഫ്രഷൻ അപ്പ് ചെയ്ത് ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മോർണിംഗ് സ്ലോട്ട്, നമ്മുടെ ഈ സ്റ്റഡി പ്ലാനിന് 3 സ്ലോട്ടാണുള്ളത്. ആദ്യത്തെ സ്ലോട്ടാണ് മോർണിംഗ് സ്ലോട്ട്, 6:30 to 7:30 രാവിലത്തെ സമയം. ഓക്കെ, ചിലർക്ക് ചിലപ്പോൾ അതിൽ നേരത്തെ സ്കൂളിലേക്കൊക്കെ പോകണമായിരിക്കും, അത് ദാറ്റ്സ് അപ് ടു യു. സോ ഈ ഒരു ടൈം ഒരു 1 hour നമ്മൾ മോർണിംഗ് ടൈമിൽ എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ മോർണിംഗ് സ്ലോട്ടിൽ നമ്മൾ 1 hour എന്താ ചെയ്യുക, നമ്മളുടെ സ്കൂൾ വർക്ക്, അതായത് സ്കൂളിലെ എന്തെങ്കിലും ഹോം വർക്ക് ഉണ്ടോ, പെൻഡിങ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊണ്ടുപോകാനുണ്ട്, അങ്ങനെയുള്ള എന്ത് വർക്കാണെങ്കിലും ആ മോർണിംഗ് 1 hour നമ്മൾ സ്കൂൾ വർക്കിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ റെഡി ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നു. നിങ്ങളുടെ സ്കൂൾ 9 മണിക്കാണെങ്കിൽ ഒരു 8 മണിക്ക് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ അപ്പോഴേക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് 1 hour നിങ്ങൾ സ്കൂൾ വർക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പം എന്നിട്ട് ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങളുടെ സ്കൂൾ ടൈം ആണെന്ന് വിചാരിക്കുക. സ്കൂൾ ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ബ്രേക്സോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ റെക്കോർഡ് വർക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.
ഒരു 5 മണിയാകുമ്പോൾ നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞു, സേ ഒരു 6 ആകുമ്പോഴേക്കും നിങ്ങൾ വീട്ടിലെത്തി. ഒരു 6 to 7, 7 മണി വരെയുള്ള സമയം നിങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തു, റിലാക്സ് ചെയ്തു. ചില കുട്ടികൾക്ക്, നമ്മുടെ സൂപ്പർ കിങ്സ് മക്കൾക്ക് ഈവനിങ് ചിലപ്പം 5:30 ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ സ്കൂളിൽ നിന്ന് നേരെ വന്നു ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആയി 5:30 തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ് ചെയ്യുക. ചിലർക്ക് 9:30 വരെ ക്ലാസ് ഉണ്ടാവും, ചിലപ്പം ലൈവ് ക്ലാസ് അല്ലേ, ചില ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് 10 മണി വരെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതിലുള്ള ആളാണെങ്കിലും ലൈവ് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്കൂൾ വർക്ക് എന്താണെങ്കിലും നമ്മൾ രാവിലെ എണീറ്റിരുന്ന് ചെയ്യുമല്ലോ. അപ്പോൾ സ്കൂളിലെ ഹോംവർക്കിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈവനിങ് ക്ലാസ്സസ് നിങ്ങൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ക്ലാസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെക്കോർഡഡ് വീഡിയോസ് കണ്ട് അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ് ഒരു 9 o'clock വരെ ക്ലാസ് ആണെങ്കിൽ ഞാനൊരു ചെറിയ സ്ലോട്ട് പറഞ്ഞുതരാം. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റഡി സ്ലോട്ട്, നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്ലോട്ട്. അതായത് 7 മണി വരെ നിങ്ങൾ റിലാക്സ് ചെയ്തു, 6 to 7 PM നിങ്ങൾ റിലാക്സ് ചെയ്തു. 7 മണി മുതൽ ഒരു 9 മണി വരെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി ചെലവഴിക്കുകയാണ്. ഒരു സെൽഫ് സ്റ്റഡി, അതായത് ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോ കാണാം, അതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം, അത് നിങ്ങൾ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് 9 മണി മുതൽ 9:30 വരെയുള്ള സമയം നമ്മൾ നമ്മുടെ ഡിന്നർ ബ്രേക്ക് എടുക്കും. നമ്മൾ ഡിന്നർ കഴിക്കും, വീട്ടിലെ ആൾക്കാരോടൊക്കെ സംസാരിക്കും, അല്ലെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അങ്ങനെ 9:30 ആയപ്പോഴേക്കും നമ്മുടെ ഡിന്നർ ടൈം കഴിഞ്ഞു. ഇനി 9:30 to 11:15 വരെയുള്ള സമയം, അഗെയിൻ ഒരു കംപ്ലീറ്റ് 2 hours ഇല്ല, എന്നാലും ഒരു 1 hour 45 minutes അല്ലേ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ സമയം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റഡി സ്ലോട്ടാണ് കേട്ടോ. അപ്പം ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തായിരിക്കും സെൽഫ് സ്റ്റഡിക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള പെൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്ക് അതിൻ്റെ വീഡിയോ കാണാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ NCERT റീഡിങ്, ചിലപ്പം വേറെ സിലബസ് ഒക്കെ പഠിക്കുന്ന മക്കൾ ഏറ്റവും മിസ് ഔട്ട് ചെയ്യുന്നതാണ് NCERT വായിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ ഏത് ടോപ്പിക് കണ്ടോ അതിൻ്റെ NCERT റീഡിങ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് വീക്ക്ലി വരുന്ന ടെസ്റ്റിന് വേണ്ടി കുറച്ച് ടോപ്പിക്സ് നോക്കണേ, അത് നോക്കും. ഇറ്റ്സ് അപ് ടു യു കംപ്ലീറ്റ്ലി. പക്ഷെ എപ്പോഴും നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കോൺസെപ്റ്റ് വീഡിയോ കണ്ട് മനസ്സിലാക്കാം, DPP ഡയറക്റ്റ് വായിച്ച് മനസ്സിലാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ വീഡിയോ വാച്ചിങ്, വെർച്വൽ ലേണിംഗ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റെക്കോർഡഡ് വീഡിയോസ് കാണാം, ലൈവ് ക്ലാസ് കണ്ട് മനസ്സിലായാൽ അത്രയും നല്ലത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റണ്ണിങ് നോട്ട്സ് എഴുതി പഠിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഓരോ പ്രാവശ്യം നിങ്ങൾ പഠിക്കും നിങ്ങളുടെ സ്റ്റഡി സ്ലോട്ടിൽ ഇപ്പോൾ ഒരു 1 hour 45 minutes സ്ലോട്ട് ആണെങ്കിൽ 1 hour നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ വീഡിയോ കണ്ട് കോൺസെപ്റ്റ് പഠിക്കണം. ആൻഡ് ഒരു 45 minutes നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കും? ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കും. ഓക്കെ, അതിനുശേഷം ഇപ്പം 11:15 ആകുമ്പോഴേക്കും നമ്മുടെ സ്റ്റഡി ടൈം കഴിഞ്ഞു. നമ്മൾ കോൺസെപ്റ്റ് ഒക്കെ ഒരുവിധം നോക്കി, ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വരുന്ന ഡൗട്ട്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഡൗട്ട്സുകൾ പിന്നീട് ചോദിക്കുക, ടീച്ചേഴ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ നമ്മുടെ ആപ്പിൽ ഡൗട്ട്സ് ചോദിക്കാം. അപ്പം ഡൗട്ട്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഡെഫിനറ്റ്ലി അത് നെക്സ്റ്റ് ആകുമ്പോഴേക്ക് റിസോൾവ് ചെയ്യണം. 11:15 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ അടുത്ത ദിവസത്തേക്കുള്ള പ്ലാന് എഴുതി വെക്കും. നമ്മൾ അടുത്ത ദിവസം രാവിലെ എണീറ്റ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, സ്കൂളിലെ ഏതൊക്കെ വർക്കാണ് പെൻഡിങ് ആയിട്ടുള്ളത്, അതെന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് എനിക്ക് എഴുതാനുള്ളത്, അടുത്ത ദിവസം എൻ്റെ സ്റ്റഡി സ്ലോട്ടിൽ ഞാൻ പഠിക്കാൻ പോകുന്നത്, നീറ്റിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ഏത് ടോപ്പിക്കാണ്. ഏത് ടോപ്പിക്കാവും ഇറ്റ്സ് അപ് ടു യു. ലൈക്ക് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ സ്ലോട്ട് ഇടുവാണെങ്കിൽ അതിൽ മൺഡേ ട്യൂസ്ഡേ ഞാൻ ഫിസിക്സ് പഠിക്കും, വെൻസ്ഡേ തേഴ്സ്ഡേ കെമിസ്ട്രി പഠിക്കും, അല്ലെങ്കിൽ മൺഡേ ഫിസിക്സ്, ട്യൂസ്ഡേ കെമിസ്ട്രി, വെൻസ്ഡേ ബോട്ടണി, തേഴ്സ്ഡേ സുവോളജി, അങ്ങനെയാണെങ്കിലും ഒരു സൈക്കിളായിട്ട് വരാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 11:15 to 11:30 നമ്മൾ നെക്സ്റ്റ് ഡേയുടെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് തലേ ദിവസത്തെ പ്ലാനൊക്കെ നമ്മൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നു. 11:30 മുതൽ ഒരു 6:30 വരെ നമ്മൾ രാവിലെ 6 മണി വരെ ഉറങ്ങും അല്ലേ. എന്നിട്ട് 6 മണിക്ക് എണീറ്റ് വീണ്ടും നമ്മുടെ മോർണിംഗ് റുട്ടീൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഐ ഹോപ്പ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും മിസ്സേ അത്രയും നേരം ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിൽ നേരത്തെ ഒരുങ്ങി സ്കൂളിൽ പോകണം എന്നൊക്കെയുള്ളവരുണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൽ മാറ്റം വരുത്താം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്ത് തരുന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെ
ഇങ്ങനെ പ്ലാൻ ചെയ്താൽ നമ്മൾക്ക് ഇതെല്ലാം ഒരേപോലെ കൊണ്ടാവും. സ്കൂളിലെ വർക്കും നമുക്ക് ചെയ്യാം, നമ്മുടെ ലൈവ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് സെൽഫ് സ്റ്റഡിയും ചെയ്യാം. NCERT വായിക്കാനും സമയം കിട്ടും, ക്വസ്റ്റ്യൻ ചെയ്യാനും സമയം കിട്ടും. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി ഇതൊക്കെ നമുക്ക് നല്ലൊരു പ്ലാനോട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. സോ വർക്ക് വിത്ത് എ പ്ലാൻ. ഇന്ന് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുമോ മക്കളെല്ലാവരും? ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയ ആ സെൽഫ് സ്റ്റഡി പ്ലാൻ, മാം തന്ന പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തിയാലും മതി. സോ ഞാൻ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നല്ലപോലെ പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.